ADGP MR അജിത് കുമാറിനെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് കൈമാറും. ആഭ്യന്തര സെക്രട്ടറി അവധിയായതിനാൽ ഓഫീസിലായിരിക്കും റിപ്പോർട്ട് എത്തിക്കുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് DGPയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. TV പ്രസാദ് നൽകും വിവരങ്ങൾ. പ്രസാദ്, ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. വിനീത, ADGPക്കെതിരെ DGPയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. ഇന്ന് രാവിലെ തന്നെ സമർപ്പിക്കും എന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് രാത്രിക്ക് മുമ്പ് തന്നെ സമർപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. കാരണം ഇതിൻ്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. നമുക്കറിയാവുന്നതുപോലെ കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ DGP തന്നെ അന്വേഷിക്കും എന്ന് പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി നൽകണം എന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. ആ കാലാവധി ഇന്നലെ അവസാനിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ന് രാത്രി തന്നെ ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും എന്നാണ് അറിയുന്നത്. അതിലും ഒരു പ്രശ്നമുള്ളത്, ആഭ്യന്തര സെക്രട്ടറി അവധിയാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ ഓഫീസിലേക്കായിരിക്കും മിക്കവാറും ഈ റിപ്പോർട്ട് എത്തുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കൂടി തന്നെ മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് ഈ റിപ്പോർട്ട് എത്തുകയും ചെയ്യും. മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനാണ് സാധ്യത. കാരണം തിങ്കളാഴ്ചക്ക് മുമ്പ് ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്ന വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൊടുത്തിരുന്നു. CPI സംസ്ഥാന നേതൃത്വമൊട്ടാകെ ADGPയെ മാറ്റണം എന്ന നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. DGPയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അന്വേഷണ റിപ്പോർട്ടിൽ ADGPക്ക് ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം RSS നേതാക്കളെ കണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ADGPയുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ വിവാദങ്ങളിൽ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനിയിപ്പോൾ ഈ റിപ്പോർട്ട് വന്ന് ADGPയെ മാറ്റുമ്പോൾ അത് അൻവറിൻ്റെ ചെലവിലല്ല, മറിച്ച് CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനമാറ്റം എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും എന്നുള്ളതാണ്. ശരി, TV പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.